അവർക്ക് പുതിയൊരു ക്യാപ്റ്റൻ വരും. ആരായിരിക്കും? ഇന്ന് പുള്ളി ടോസിന് ഗ്രൗണ്ടിൽ ചെപ്പോക്കിൽ ഇറങ്ങാൻ നേരത്തെ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. 53 ബോളിൽ 93 റൺസ്. ഇയാളൊരു എമ്പുരാനാണ്. അങ്ങോട്ടടിക്കുന്നു, ഇങ്ങോട്ടടിക്കുന്നു, അങ്ങോട്ടടിക്കുന്നു. സത്യം, ഇതെൻ്റെ ഗ്രൗണ്ടാന്ന് പറയുന്ന ഒരു പോക്കുണ്ടായിരുന്നു. മാസ്. അതിൽ 8 തവണ മാത്രമേ പുള്ളി ഔട്ടായിട്ടുള്ളൂ. ബാക്കി 24 തവണയും പുള്ളിയുടെ പാർട്ണറാണ് ഔട്ടായിട്ടുള്ളത്. Back-to-back victories and unexpected losses. IPL 2025 is getting tougher. Welcome to another episode of Wicket to Wicket. What a thrilling match. Second innings 10th over where it felt like RCB was writing the script. But then came KL Rahul. പിന്നെ പുള്ളി സ്ക്രിപ്റ്റ് കംപ്ലീറ്റ്ലി റീറൈറ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. 53 ബോളിൽ 93 റൺസ്. RCB ഡൽഹി മാച്ചിലെ പുള്ളിയുടെ സ്കോറാണിത്. ഇന്നലത്തെ രാഹുൽ ഇന്നിങ്സ് ഒരു സ്പെഷ്യൽ ഇന്നിങ്സ് തന്നെയായിരുന്നു. അവിടെ ചിന്നസ്വാമി തിരിച്ചു വരുന്നു, പുള്ളിയുടെ ഹോം ഗ്രൗണ്ടാണത്. പക്ഷേ ഇന്നലെ പുള്ളി ഇന്നിങ്സ് ബിൽഡ് ചെയ്തൊരു വേ ഉണ്ട്. പതിയെ പേസ് മാറ്റി, അല്ലെങ്കിൽ എവിടെ അറ്റാക്ക് ചെയ്യണം, എവിടെ പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യണം. സോ ഇറ്റ് വാസ് എ കംപ്ലീറ്റ് മാസ്റ്റർ ക്ലാസ്. അത് വേറൊന്നും കൊണ്ടല്ല, പുള്ളിയും സ്റ്റബ്സും കൂടെ ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് RCBക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടെന്ന് തോന്നിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. 64-4. അവിടെ നിന്ന് പുള്ളിയും സ്റ്റബ്സും കൂടെ ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുന്നു. അതിൽ സ്റ്റബ്സ് 23 ബോൾസിൽ 38 റൺസ് എടുക്കുന്നു. അവർ രണ്ടുപേരും കൂടെ ഒരു വിക്ടറിലോട്ട് അവരെ നയിക്കുന്നു. 6 വിക്കറ്റ് വിക്ടറി ആയിരുന്നു ഇന്നലത്തെ. ഡൽഹിയുടെ ഇന്നിങ്സ് എൻ്റെ റൺ ചേസ് ഭയങ്കര സ്മൂത്ത് ആയിരുന്നു കമ്പയറിംഗ് ടു ദ വേ ദേ സ്റ്റാർട്ടഡ്. ഈ സീസണിൽ 4th consecutive വിന്നാണ് ഡൽഹിയുടെ. One of the best streaks ever for them since 2008 or 9. 2009. ഈ സീസണിൽ അവരുടെ ഡോമിനൻസ് അവർ നന്നായിട്ട് കാണിക്കുന്നുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ അവരുടെ ബോളേഴ്സാണ്, അവരുടെ ബോളിംഗ് യൂണിറ്റാണ്. അവർ ഇന്നലെ ഞാൻ പറയുകയാണെങ്കിൽ ഫിൽ സോൾട്ടിൻ്റെ റണ്ണൗട്ടിന് ശേഷം 18th ഓവർ വരെ അവരാണ് ഗെയിം കൺട്രോൾ ചെയ്തത്. സോ ലൈക്ക് ആ സമയത്ത് ടിം ഡേവിഡ് ചെറിയൊരു ഫിനിഷിംഗ് റോൾ RCBക്ക് വേണ്ടി ചെയ്തെങ്കിലും 180 അല്ല 185 വരെ പോകുന്നൊരു സ്കോർ അവർ 167 ചുരുക്കി എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ പിച്ചിൻ്റെ സ്വഭാവം ഇടയ്ക്കിടയ്ക്ക് മാറുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് തോന്നി പിച്ച് സഹായിച്ചുകൊണ്ടാണ് ബോളേഴ്സ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ അല്ല, അവരുടെ പ്ലാനിങ്, അവരുടെ എക്സിക്യൂഷൻ ഓൺ പോയിന്റ് ആയിരുന്നു എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ മാച്ചിൻ്റെ പല സ്റ്റേജിലും ഇറ്റ് ഫീൽ ലൈക്ക് പിച്ച് ഹാഡ് എ ഡിഫറെൻറ്റ് ബിഹേവിയർ. കോഹ്ലിയും ഫിൽ സ്റ്റാർട്ടും തുടങ്ങുമ്പോൾ ഉള്ളതുപോലെ അല്ലായിരുന്നു ഡൽഹി അവരുടെ ഗെയിം കമൻസ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നത്. അതുപോലെ അല്ലായിരുന്നു KL രാഹുൽ ഇറങ്ങുന്ന സമയത്തുണ്ടായിരുന്നു. ആൻഡ് KL രാഹുലിനെ പറ്റി പറഞ്ഞപ്പോഴാണ് പുള്ളിയുടെ ആ ഒരു കമ്പോഷറും ആ ഒരു കാൽക്കുലേറ്റഡ് അഗ്രഷനാണ് ഇന്നലെ പുള്ളിനെ പ്ലെയർ ഓഫ് ദി മാച്ച് ആക്കുന്നത് തന്നെ. പുള്ളിയുടെ ഇന്നലത്തെ ഇന്നിങ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചെറുതായിട്ട് സ്ലോ ആയിരുന്നു. കാരണം 20 ബോൾസിൽ 29 റൺസ് എന്നുള്ള സിറ്റുവേഷനിലായിരുന്നു. പിന്നെ അവിടെ നിന്നാണ് ഇന്നിങ്സ് കഴിയുമ്പോൾ 53 ബോൾസിൽ 93 റൺസ്. ഇൻ ബിറ്റ്വീൻ 24 ബോൾസിലാണ് പുള്ളിക്ക് 64 റൺസ് അടിക്കുന്നത്. സോ ആ ഒരു ചേഞ്ച് ഇൻ മൊമെൻറ്റം ഉണ്ട് അതിനിടയ്ക്ക്. സോ അത് ബിൽഡ് ചെയ്തതും ഒരു പർട്ടിക്കുലർ വേയിലാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ പുള്ളി ഇന്നലെ അടിച്ച 93 റൺസിൽ 19 റൺസ് ഫുൾ ഷോട്ടിൽ കൂടെ മാത്രമാണ്. അപ്പോൾ പിച്ചിനനുസരിച്ച് പുള്ളിയുടെ ഗെയിം ചേഞ്ച് ചെയ്യുന്നുള്ളതാണ്. കാരണം ഇതിനു മുമ്പ് പുള്ളി T20 ക്രിക്കറ്റിൽ മറ്റേ ടെസ്റ്റ് കളിക്കുന്നു അല്ലെങ്കിൽ ODI കളിക്കുന്നതൊക്കെ ഒട്ടേറെ വിമർശനം നേടിയൊരു ക്രിക്കറ്ററാണ് KL രാഹുൽ. അതേസമയം നമ്മൾ RCBയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവർക്ക് ഹോം ഗ്രൗണ്ടിൽ ഉണ്ടായ ഒരു ലോസ് അതിപ്പോൾ അവർ കണ്ടംപ്ലേറ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. RCB അത് നന്നായിട്ട് ഫ്രസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട്. കോഹ്ലി ലുക്ക് വെരി ഫ്രസ്ട്രേറ്റഡ് ആഫ്റ്റർ ദ മാച്ച്. ഇന്നലെ കമൻട്രിയിൽ പറഞ്ഞൊരു കാര്യമാണ്, ചിലപ്പോൾ ഓപ്പോസിറ്റ് ടീമുമായിട്ട് ഡ്രസ്സിംഗ് റൂം ഒന്ന് സ്വിച്ച് ചെയ്താൽ അവർക്ക് എന്തെങ്കിലും ഒരു ഭാഗ്യം ഉണ്ടാവുമായിരിക്കും. വാസ്തുശാസ്ത്രം എന്നാണ് ഒരു ഉദ്ദേശിച്ചത്. അതിൽ കാര്യമൊന്നുമില്ല. കാരണം ഈ പറഞ്ഞൊരു കൺസേൺ പോയിന്റ് തന്നെയാണ്. കാരണം RCB ഇപ്പോൾ ബാക്ക് ടു ബാക്ക് ഗെയിംസാണ് ഹോം ഗ്രൗണ്ടിൽ തോക്കുന്നത്. കാരണം 220 അടിച്ചാലും ശരി, 160 അടിച്ചാലും ശരി, 170 അടിച്ചാലും ശരി, ഒരു തോക്ക് തന്നെയാണ്. കളി കഴിഞ്ഞ് പോസ്റ്റ് മാച്ചിൽ അവരുടെ ക്യാപ്റ്റൻ രജിത് പട്ടീദാർ പറഞ്ഞതെന്ന് വെച്ചാൽ അവരുടെ പിച്ച് അനാലിസിസ് തെറ്റായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് അവിടെയാണ് പിഴച്ചത് എന്നാണ്. ഒരു 180-185 പിച്ചാണ് അവർ ഉദ്ദേശിച്ചത്. ഒരു ബാറ്റിങ്ങിനോട് സഹായിക്കുന്ന ഒരു പിച്ചെന്ന് കരുതി കളിക്കാൻ വന്നു. പക്ഷേ ഒരു 167 അവർക്ക് സ്കോർ നിർത്തേണ്ടി വന്നു. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ഒരു സീസണല്ല, 2 സീസണാണ്. ഇറ്റ്സ് ബീയിങ് ദെയർ ഫോർ ലൈക്ക് ലോങ് ടൈം. ഇറ്റ്സ് എ റൈറ്റ് ടൈം ടു ലൈക്ക് ദേ അഡ്രസ് ദ ഇഷ്യൂ. അതെ, ബട്ട് എനിവേസ് RCBയുടെ അടുത്ത മാച്ച് ജയ്പൂരിലാണ്, രാജസ്ഥാനുമായിട്ടാണ്. സോ ഹോപ്പ്ഫുള്ളി എ ചേഞ്ച് ഓഫ് വെന്യൂ വിൽ ബ്രിങ് ദം സം ലക്ക്. ഐ ഹോപ്പ്. നമുക്ക് നമ്മുടെ ഫോക്കസ് പതിയെ ഒന്ന് ഇന്നത്തെ ഗെയിമിലോട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്യാം. ചെപ്പോക്കിലേക്ക്, ചെന്നൈ വേഴ്സസ് KKR. ഒരു ക്രൂഷ്യൽ ഗെയിം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്നറിയോ? അവരുടെ ക്യാപ്റ്റൻ ഋതുരാജ് ഒരു എൽബോ ഇഞ്ചുറി ആയിട്ട് ഈ സീസൺ ഫുൾ റൂൾ ഔട്ട് ആവുകയാണ്. അവർക്ക് പുതിയൊരു ക്യാപ്റ്റൻ വരും. ആരായിരിക്കും? MSD. കാരണം അത് പ്രഖ്യാപിച്ചപ്പോൾ തൊട്ട് തന്നെ സോഷ്യൽ മീഡിയ മൊത്തം നിറഞ്ഞിരിക്കുകയാണ് പുള്ളിയുടെ ഫാൻസിൻ്റെ ആഘോഷങ്ങൾ. ഇന്ന് പുള്ളി ടോസിന് ഗ്രൗണ്ടിൽ ചെപ്പോക്കിൽ ഇറങ്ങാൻ നേരത്തെ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. പക്ഷേ അതേസമയത്ത് നമ്മൾ ധോണിയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഭയങ്കര ടെൻസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലെ കഴിഞ്ഞ 4 മാച്ചും ചെന്നൈക്ക് ഫുൾ ഓൺ ഡിഫീറ്റ്സ് ആയിരുന്നു.
ആൻഡ് അവരുടെ ബാറ്റിംഗ് ഓർഡേഴ്സിൻ്റെ ഇഷ്യൂസ് എല്ലാവരും പലവട്ടം ക്രിട്ടിസൈസ് ചെയ്തൊരു കാര്യമാണ്. അതിന് പുള്ളി അഡ്രസ്സ് ചെയ്തേ പറ്റൂ. അത് മാത്രമല്ല 600+ ഒരു കളക്റ്റീവ് ലാസ്റ്റ് 2 സീസണിലായിട്ട് ഉണ്ടായിരുന്ന ആളാണ് ഋതുരാജ്. അപ്പോൾ പുള്ളിയുടെ ഒരു ലോസ് എന്ന് പറയുന്നത് ചെന്നൈ സംബന്ധിച്ച് വലിയൊരു സെറ്റ് ബാക്കാണ്. അതെ, അതേ ഇഷ്യൂസ് തന്നെയാണ് KKRനുള്ളത്. അവരുടെ ബാറ്റിംഗ് ഓർഡർ ഇതുവരെ സ്റ്റേബിൾ ആയിട്ടില്ല. എസ്പെഷ്യലി റിങ്കു സിങ്ങിനെയൊക്കെ അവിടെ കളിപ്പിക്കുന്ന പോലെ അവർക്കൊരു ഐഡിയ ഇതുവരെ വന്നിട്ടില്ല. ഒരു ക്രിട്ടിക്കാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം പറഞ്ഞു കേട്ടു KKR അവരുടെ ബാറ്റിംഗ് ഓർഡർ തീരുമാനിക്കുന്ന അനലറ്റിക്സ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഇതൊരു ഫോർമുല ബേസ്ഡ് ആയിട്ടാണ് അവരത് ചെയ്യുന്നതെന്നുള്ളതാണ്. പക്ഷേ അതിലും കൂടുതലായിട്ട് അവരത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്റർ ടു ബാറ്റർ ഡൈനാമിക്സ്, അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ പ്ലേ ഔട്ട് ആവുന്നു, ഏത് പൊസിഷനിൽ ആരെ ഇറക്കണം. സോ അതൊരു എന്താ പറയുക, ഒരു ഫ്ലെക്സിബിൾ ആയിരിക്കണം എപ്പോഴും മിഡിൽ ഓർഡർ. പക്ഷെ അവർക്കത് ഓവർകം ചെയ്ത് സാധിച്ചിട്ടില്ല ഈ സീസണിൽ. ചെന്നൈ ആണെങ്കിലും KKR ആണെങ്കിലും അവർക്ക് രണ്ടുപേർക്കും ഈ ഗെയിം വളരെ ക്രൂഷ്യലാണ്. കാരണം ലൂസിംഗ് ടൈം ആരാണെങ്കിലും അവർക്കൊരു ആഡഡ് പ്രഷറാണ് ഇത് കൊടുക്കാൻ പോകുന്നത്. KKRനെ സംബന്ധിച്ച് ഫോമിലുള്ള വെങ്കടേഷ് അയ്യറിലാണ് അവർക്ക് ഹോപ്പ്. ചെന്നൈക്ക് പറയേണ്ട കാര്യമില്ല, MS തന്നെയാണ് ആ ഹോപ്പ് ഉള്ളത്. പക്ഷേ ഒരു ആഡഡ് ഫിഗറായിട്ട് ബോളിങ്ങിൽ ഖലീൽ അഹമ്മദ് ഉണ്ട്. പുള്ളി നല്ല പെർഫോമൻസ് ആണ് ലാസ്റ്റ് മാച്ചസിലൊക്കെ കാണിച്ചത്. സോ വിൽ ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ, റൈറ്റ്? യെസ്, ഇറ്റ് വിൽ ബി എ ത്രില്ലർ മാച്ച് ടുഡേ. സോ വിൽ വെയിറ്റ് ഫോർ ഇറ്റ്. Sure. And before we wait for that, we'll go see some memes. ഫസ്റ്റ് മീം 53 ബോൾ 93 റൺസ്. ഇയാളൊരു എമ്പുരാനാ. ഒരേ ഒരു രാജാവ് KL രാഹുൽ. നെക്സ്റ്റ് വൺ പഠിത്തത്തോട് പഠിക്കും, എന്നും ഇരുന്ന് പഠിക്കുന്നു. പക്ഷെ ചിന്നസ്വാമി ജയിക്കാൻ അവർ പഠിച്ചിട്ടില്ല. അവരൊന്ന് ഹോം ഗ്രൗണ്ടാന്ന് ഓർക്കണം. ഈ ചാപ്റ്റർ അവർ മിസ് ചെയ്തെന്ന് തോന്നുന്നു. നെക്സ്റ്റ് വൺ മൂഡ് പോയ ഓവർ തന്നെയായിരുന്നു. ഹേസൽവുഡിനെ ഇങ്ങനെ രാഹുൽ അങ്ങോട്ടടിക്കുന്നു, ഇങ്ങോട്ടടിക്കുന്നു. സത്യം. നെക്സ്റ്റ് വൺ ആസിഫ് കൊടുക്കുന്ന ഒരു ഹോപ്പ് ഉണ്ടോ? അതെ, 250 അടിക്കുന്നത് തോന്നിക്കും, പക്ഷെ 150 നിർത്തും. അതെ. നെക്സ്റ്റ് വൺ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ, ഹോം ഗ്രൗണ്ടിൽ കളിക്കാനൊന്നും അവർ ഞങ്ങളെ കൊണ്ട് പറ്റില്ല പറ്റില്ല. നെക്സ്റ്റ് വൺ അതൊരു സെലിബ്രേഷൻ തന്നെയായിരുന്നു. പുള്ളി കളിയൊക്കെ കഴിഞ്ഞിട്ട് ഗ്രൗണ്ടിൽ ചെയ്തിട്ട് ബാറ്റ് 2 കുത്തിയിട്ട് ഇത് എൻ്റെ ഗ്രൗണ്ടാന്ന് പറയുന്ന ഒരു പോക്കുണ്ടായിരുന്നു. മാസ്. He deserved that celebration. Next one. ഇത് എന്ന് രാഹുൽ അടിച്ചാലും പുള്ളിക്കുള്ളത്. എന്നെങ്കിലും ഇനി പന്ത് അടിച്ചാലേ പുള്ളിക്ക് ആശ്വാസം ഉണ്ടാവും. അത് ഈ അടുത്തൊന്നും ഉണ്ടാവും തോന്നുന്നില്ല. അടുത്ത കോഹ്ലി പുള്ളി ഈ ഇടയ്ക്ക് ഒരു ശീലം തുടങ്ങിയിരിക്കുക. പുതിയ ബോളർ ആര് വന്നാലും പുള്ളി വിക്കറ്റ് കൊടുക്കും. എന്നിട്ട് അവരൊന്ന് ഇൻസ്പയർ ചെയ്യും, ഇനി കളിക്കുമോ എന്ന് പറഞ്ഞിട്ട്. നല്ല ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് വേറെ കുറച്ച് ട്രെൻഡ്സ് കാണാം. ലെറ്റ്സ് ഗോ ഗിവ് സം അവാർഡ്സ് ടു ദീസ് പ്ലേയേഴ്സ്, അല്ലേ? യെസ്. ഫസ്റ്റ് വൺ, ദ ഇൻവിസിബിൾ മാൻ. അത് അഭിഷേക് പോർലാണ്. ഡൽഹിക്ക് വേണ്ടി ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഇറങ്ങി ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാതെ അതേപോലെ തിരിച്ചുപോയി. റൺ ഫോർ യുവർ ലൈഫ്, ഭാഗ് മിൽഖ ഭാഗ്. അത് കോഹ്ലിക്കും ഫിൽസാൾട്ടിനുള്ളതാണ്. ഫിൽസാൾട്ടിൻ്റെ വിക്കറ്റ് അവിടെയാണ് വീണത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ഉണ്ട്. കോഹ്ലിക്ക് ഫുൾ IPL സീസണിൽ 32 റണ്ണൗട്ടിൽ പുള്ളി ഇൻവോൾവ് ആയിട്ടുണ്ട്. അതിൽ 8 തവണ മാത്രമേ പുള്ളി ഔട്ടായിട്ടുള്ളൂ. ബാക്കി 24 തവണയും പുള്ളിയുടെ പാർട്ണറാണ് ഔട്ടായിട്ടുള്ളത്. ഉണ്ട്. പുള്ളിയോട് ഓടി എത്തേണ്ട ആൾക്കാർക്ക്. ഹീറോ ഗയ സീറോ. അത് നമ്മൾ RCB ടീമിന് കൊടുക്കുന്നത്. അവർ എവേ ഗെയിം എല്ലാം പോയി വലിയ മാസമായിട്ട് ജയിക്കും. തിരിച്ചൊന്ന് ഹോം ഗ്രൗണ്ടിൽ വന്നാലോ ആ വലിയ പുലി എലിയായിട്ട് സബ് കുച്ച് ഖതം അവാർഡ്. അത് ഹേസൽവുഡിനാണ്. ഇന്നലെ ചേസിന് ഇറങ്ങിയ ഡൽഹിക്ക് 3 ഓവറിൽ 40 റൺസാണ് പുള്ളി പുഷ്പം പോലെ വിട്ടുകൊടുത്ത്. അടിക്കും മക്കളെ എന്നായിരുന്നു പുള്ളിയുടെ ടച്ച്. കിസ്മത് കാ ഖേൽ. അത് KL രാഹുലാണ്. പുള്ളി 7 റൺസ് നിൽക്കാൻ നേരത്താണ് RCB ക്യാപ്റ്റന് ഒരു ക്യാച്ച് ചെയ്ത് ഡ്രോപ്പ് ആവുന്നത്. അതോടെ പുള്ളി അവിടെ നിന്ന് കയറിപ്പോയി. പിന്നെ കളി ഫിനിഷ് ചെയ്തു. അതും ഹേസൽവുഡിനാണ്. പുള്ളി ഒരു ഓവറിൽ 20 റൺസാണ് കൊടുത്തത്. അത് രാഹുൽ അങ്ങ് ഫിനിഷ് ചെയ്യാനുള്ള ഒരു ഓവറായിട്ട് പുള്ളി അങ്ങ് ഏറ്റെടുത്തു. ഫൈനലി T20 ടെസ്റ്റ് പ്ലെയർ, അല്ലെങ്കിൽ നമ്മുടെ ഫാമേഴ്സ് അവാർഡ്. മറ്റേ ഡോട്ട് ബോളിന് മറ്റേ കാർഡ് ഉണ്ടാക്കൽ. അത് ദേവദത്ത് പടിക്കലിനാണ്. പുള്ളി 8 ബോൾ ഫേസ് ചെയ്തിട്ട് 1 റൺസ് എടുത്തു. 7 വരെ പുള്ളി ഇന്നലെ ഒറ്റയ്ക്ക് നട്ടു. And that's it for today, and we'll see you with another episode of Wicket to Wicket. Until then, bye.